തൃണമൂൽ കോൺഗ്രസ് നേതാക്കളായ മഹുവ മൊയ്ത്ര, ഡെറിക് ഒബ്രിയാൻ, PV അൻവർ എന്നിവർ പാണക്കാടെത്തി സാദിഖ് അലി തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. സൗഹൃദ സന്ദർശനം മാത്രമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. തൃണമൂൽ കോൺഗ്രസിന്റെ UDF പ്രവേശം മുന്നണി ചർച്ച ചെയ്യും. നിലവിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ എന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. സംസാരിച്ച് വേറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ഫ്രണ്ട്ലി വിസിറ്റ്. തൃണമൂൽ കോൺഗ്രസ് പിന്നെ ഓൾറെഡി ഇന്ത്യ അലയൻസിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ ആ നിലക്ക് തന്നെയാണല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെ അടുക്കുമ്പോഴായിരിക്കുമല്ലോ ആ അലയൻസ് ഒന്ന് ശക്തിപ്പെടാം. കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നു. ശാന്തകുമാർ, രാഷ്ട്രീയമൊന്നും ചർച്ച ചെയ്തില്ല എന്ന് തങ്ങൾ പറയുമ്പോഴും ഉറപ്പായും ഇന്ത്യ മുന്നണിയിൽ ഉള്ള കക്ഷി എന്നുള്ള നിലയ്ക്ക് തന്നെ കേരളത്തിൽ UDFിലേക്ക് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നു PV അൻവറും തൃണമൂൽ കോൺഗ്രസും എന്നിരിക്കെ തന്നെ ആ കാര്യങ്ങൾ ചർച്ചയായി എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ലക്ഷ്മി, അത് തന്നെയാണ്. PV അൻവർ കഴിഞ്ഞ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായതിനു ശേഷം UDFിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് UDFിന് കത്ത് നൽകിയതാണ്. പക്ഷേ UDF അതിന് ഒരു കൃത്യമായ തീരുമാനം ഇതുവരെയും എടുത്തിട്ടില്ല. പക്ഷേ UDF തള്ളുകയോ കൊള്ളുകയോ ചെയ്യാത്ത ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് സംഘടന തൃണമൂൽ കോൺഗ്രസ് ശക്തിപ്പെടുത്തുന്നു കേരളത്തിൽ എന്ന് സൂചന നൽകിക്കൊണ്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ കേരളത്തിൽ എത്തിച്ച് ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് അൻവർ മുന്നോട്ട് പോകുന്നത്. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ സാമുദായിക നേതാക്കളെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ അദ്ദേഹം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ടു. അതിനുശേഷം താമരശ്ശേരി രൂപതാധ്യക്ഷനെ കാണുന്നുണ്ട്. ഒപ്പം തന്നെ കോഴിക്കോട് സാമൂതിരി കുടുംബാംഗങ്ങളെ കാണുന്നു. അങ്ങനെ ഏറെ പ്രാധാന്യമുണ്ട് എന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള സാമുദായിക സംഘടനകളെ എല്ലാം നേരിൽ കാണുക എന്നുള്ളതാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ തുടരുന്നത്. അത് PV അൻവർ തന്നെയാണ് കേരളത്തിൽ തന്നെ നേതൃത്വം നൽകുകയും ചെയ്യുന്നത്. UDFിനെ പറ്റുന്ന വിധത്തിൽ ശക്തിയുണ്ട്, തങ്ങൾക്ക് ഒരു കക്ഷിയാണ് എന്ന് തെളിയിക്കുന്ന വിധത്തിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ തീരുമാനം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ദേശീയ നേതാക്കളും ഇപ്പോൾ കേരളത്തിൽ എത്തിയിരിക്കുന്നത്. നാളെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി സമ്മേളനം തന്നെ മഞ്ചേരിയിൽ ചേരുന്നുണ്ട്. അതിനുശേഷം വിശദമായി തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ കാര്യങ്ങളെക്കുറിച്ചും ദേശീയാടിസ്ഥാനത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ചും സംസാരിക്കുമെന്ന് തന്നെയാണ് ഇന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കളും സന്ദർശനത്തിന് ശേഷം സൂചിപ്പിച്ചത്. അതായത് PV അൻവറിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസ് UDFിൻ്റെ ഭാഗമാകാൻ അധികം വൈകില്ല എന്ന് തന്നെയാണ് ഈ സന്ദർശനങ്ങളിൽ നിന്നും പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ പരാമർശം എന്നല്ല നമുക്ക് മനസ്സിലാക്കേണ്ടത്. ലക്ഷ്മി.